Welcome to Tasty Buds. ഇന്ന് നമുക്ക് ഓണമൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ നമുക്കൊരു ഓണസദ്യക്ക് ആവശ്യമായ ഒരു വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ വെള്ളരിക്ക പച്ചടിക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്. ആ ചെറിയ വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഒരു അരക്കപ്പ് വെള്ളം ഉണ്ടാവും, അത്രയും ഉണ്ടാവുള്ളൂ. അത് ഒഴിച്ചിട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഇനി അതവിടെ ഇരുന്നിട്ടൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് വെള്ളരിക്ക പച്ചടിയിലേക്ക് അരപ്പിന് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. ഞാനൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജീരകം, നിങ്ങൾക്ക് ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. ഞാൻ വലിയ ജീരകം എടുത്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടുക് കുറച്ച് എടുത്തിട്ടുള്ളൂ. കടുക് ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കടുക് അധികം ആ ടേസ്റ്റ് അധികം ആർക്കും ഇഷ്ടമല്ല. അത് കാരണം ഞാൻ 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഒരു 3 പച്ചമുളക്. അത് കുറച്ച് എരിവുള്ള കാരണമാണ് ഞാനത് അങ്ങനെ ഒരു 3 എടുത്തത്. അല്ലെങ്കിൽ വലിയ പച്ചമുളകാണ് ഉള്ളതെങ്കിൽ 4 എടുക്കാം. പിന്നെ നിങ്ങളുടെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് അരച്ചു കൊണ്ടുവരാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. അത് ഏകദേശം ഞാൻ 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. കാരണം കുറച്ച് നല്ല പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി തേങ്ങയൊക്കെ അരച്ചു കൊണ്ടുവരാം. അപ്പോഴേക്ക് വെള്ളരിക്കൊക്കെ വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് വെള്ളരിക്ക ഒന്ന് തിളച്ചോ നോക്കാം. മൂടി ഒന്ന് തുറന്ന് നോക്കാം. വെള്ളരിക്ക തിളച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് നമുക്ക് പിന്നെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം തൈരൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ഉപ്പ് ഒന്നും കൂടിയും ചെക്ക് ചെയ്യേണ്ടി വരും. എന്തായാലും ഇത് വെള്ളരിക്ക വെന്തോന്ന് നോക്കട്ടെ. ഏകദേശം വെന്തിട്ടുണ്ടെന്നാണ് കാണുക തോന്നുന്നത്. ഏകദേശം വേവാറായിട്ടുണ്ട്. ചില കഷ്ണങ്ങൾ ഇനി വേവാനുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ തേങ്ങ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്നത് അല്ലാതെ മഷി പോലെ അരച്ചിട്ടില്ല. ആവശ്യത്തിനുള്ള അരവേ ഉള്ളൂ. അപ്പോൾ പച്ചമുളകും ഒക്കെ കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. വെള്ളരിക്ക വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ തേങ്ങയുടെ കൂട്ടുകൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തേങ്ങയുടെ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയിൽ ആഡ് ചെയ്ത് എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടുക് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ വേണമെങ്കിൽ ആക്കാവുന്നതാണ്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ. ഇവിടെ ആർക്കും അതിൻ്റെ ടേസ്റ്റ് വല്ലാതെ ഇഷ്ടമില്ല. അത് കാരണമാണ് ഞാനത് കുറച്ചത് കേട്ടോ. അപ്പോൾ ഇനി അത് ഇരുന്നിട്ട് ആ തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരട്ടെ. ഞാൻ മിക്സിയിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി അതൊന്ന് അങ്ങനെ ഇരുന്നിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ മൺചട്ടി കാരണം നല്ല പെട്ടെന്ന് തന്നെ ചൂടാവും. നല്ല ടേസ്റ്റും ഉണ്ടാവും. നമ്മൾ സാധാരണ കറികളൊക്കെ വെക്കുമ്പോൾ മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ള ഇതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കറികളൊക്കെ. പിന്നെ വേറൊരു കാര്യം വിട്ടുപോയി, ഞാനതിൽ ഉപ്പുണ്ടാവുമെന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ ഉപ്പുണ്ടാവുമെന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. കാരണം നമ്മളിനി തൈരും കൂടി ചേർക്കുന്നതാണ്.
അത് കാരണം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. വല്ലാതെ ഞാൻ ടേസ്റ്റ് നോക്കുമ്പോൾ വല്ലാതെ കടുകിൻ്റെ കുത്തെല്ലാം ഉണ്ടായിട്ടില്ല. ഇനി അതൊന്ന് അങ്ങനെ ഇരുന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടൊക്കെ വരട്ടെ. അപ്പോൾ ഞാനൊന്ന് മൂടി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്കത് മൂടി വെക്കാം. അപ്പോൾ നമുക്ക് തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി നോക്കാം. അതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഞാനൊരു 5 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം നമുക്ക് തിളപ്പിക്കേണ്ട കാര്യമില്ല. അത് കാരണം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണം. കാരണം മൺചട്ടിക്ക് ഓൾറെഡി ചൂടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് തൈരൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ലാസ്റ്റായിട്ട് എനിക്ക് കറിവേപ്പില കുറച്ച് ഇഷ്ടമുള്ള കാരണം കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പച്ചടി ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് പലർക്കും അറിയുന്നൊരു റെസിപ്പിയാണെന്ന് അറിയാം. പക്ഷേ അറിയാത്ത പുതിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്രദമാവും എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓണത്തിനൊരു കൂട്ടുകറിയും കൂടിയാണ് നമ്മുടെ വെള്ളരിക്ക പച്ചടി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.